ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ലാസ്റ്റ് ഡേ അറ്റ് ഇൻവെർനസ്. ഗൈസ്, നമ്മള് ഐലോസ്കൈ കട വന്നിരിക്കുകയാണ്. പോർട്രിക് എന്ന സ്ഥലത്താണ്. പോർട്ടിലോട്ട് പോകുന്ന ഐലോസ്കൈ റൂട്ട് കഴിഞ്ഞ് പോർട്ടിലോട്ട് പോകുന്നതിനിടയ്ക്കുള്ള പോർട്രിക് എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. വളരെ സുന്ദരമായ ഒരു നമ്മൾ ഐലോസ്കൈ ആണ് ആ കാണുന്ന മലനിരകളുടെ ബാക്കിലായിട്ട് കാണുന്നത്. ഇത് വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. റോഡിൻ്റെ ഏകദേശം 11 മൈൽസാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പോകുന്ന വഴിയിലുള്ള യാത്രകളാണ് നമ്മൾ എന്നും അതിശയിപ്പിക്കുന്നത്. യാത്രകൾ എന്നും മനോഹരമാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇതിന് നല്ല അനുഭവങ്ങൾ നമുക്കിത് തരുന്നുണ്ട്. ഇത്രയും ദിവസം കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു പ്രകൃതിയാണ് ഐലോസ്കൈയിൽ. എന്താ പറയുക, ഒരു ഹെവനിൽ ചെന്ന പോലെ തോന്നും. ഈ ഒരു ഭംഗി ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഐലോസ്കൈ ഈസ് സംതിങ് സ്പെഷ്യൽ. ഞങ്ങൾ എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറ് നിറച്ച് തിന്നാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാട്ടോ ഇറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് വിശപ്പ് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടും വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കാരണം അങ്ങനെ വിശപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെയൊന്നും കയ്യിലില്ലാണ്ട് ഇതുപോലുള്ള സ്ഥലത്തേക്ക് പോവരുത്. പോയാൽ അവിടെയൊന്നും ചെന്നാൽ ഒരു കടയും കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പോകുന്ന വഴി കഴിക്കണമെങ്കിൽ രാവിലെ പോകുമ്പോൾ കൈ കരുതിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്തിന് പറയുന്നത് ഫെയറി പൂൾ എന്നാണ് കേട്ടോ. ഈ മല ഇവിടെ ഹൈക്കിങ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കുറേ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പിള്ളേരെയും കൊണ്ട് ഇത്രയും ദൂരം നടന്ന് കയറാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്നോർത്ത് പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. കുറേ നേരം അവിടെ നിന്ന് ആ മല നോക്കി സൗന്ദര്യം കണ്ട് വായി വെള്ളമിറക്കി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. ഇപ്പം ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നീസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, അതും ഒരു നടന്നു കയറാനുള്ള മല തന്നെയാണ്. അതിൻ്റെ മേളിൽ പോയി നിന്നിട്ടുള്ള വ്യൂ ആണ് അതിൻ്റെ ബ്യൂട്ടി. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ ആ സമയമായപ്പം കുറച്ച് മഴയും ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ആയത് കാരണം ഞങ്ങൾ ആരും അങ്ങ് മുകളിൽ വരെ കയറിയില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നടന്നു. എസക്കുട്ടന് നല്ല ഉഷാറായിട്ട് നടന്നു. പക്ഷെ ഞങ്ങൾ ഏറ്റവും ടോപ്പ് വരെ പോയില്ല. പക്ഷെ സാം നടന്ന് ഏറ്റവും ടോപ്പിൽ കയറി കേട്ടോ. ദേ ആ മുകളിൽ നോക്കിക്കേ, ആ നിൽക്കുന്ന ആ പൊടി പോലെ കാണുന്ന അതാണ് സാം. ഞങ്ങൾക്ക് അവിടെ വരെ നടന്ന് കയറാനുള്ള ശക്തിയില്ലാത്തവർ ഞങ്ങൾ താഴെ നിന്നവർ കയറുന്നത് കണ്ടിട്ട് തിരിച്ച് നടന്നു. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐലോസ്കൈയിൽ ഒരു ഫേമസ് മ്യൂസിയം ഉണ്ട്. പഴയ കാലത്തെ ആൾക്കാർ ജീവിച്ചിരുന്ന വീടൊക്കെ വെച്ച് അത് കാണാനുള്ള പോക്കാണ് കേട്ടോ. സ്കൈ ഐലൻഡ് മ്യൂസിയം പണ്ടത്തെ ഒരു രീതിയിലുള്ള വീടുകൾ എങ്ങനെയാണ്, അതിൻ്റെ അകത്തേക്കൊന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ എങ്ങനെയാണ്, കൃഷി സാധനങ്ങൾ എങ്ങനെയാണ്, കല്ലുകൊണ്ടുള്ള ചക്രം, നമ്മുടെ കാളവണ്ടിയുടെ ചക്രം, അങ്ങനെയുള്ള സാധനങ്ങൾ റിങ് കണ്ടായിരിക്കുന്നത് കണ്ടോ. ഈ കാളവണ്ടിക്ക് അടിച്ചുകൊണ്ടിരുന്ന റബ്ബർ ഇരുമ്പുകൊണ്ടുള്ള സാധനങ്ങൾ കണ്ടോ. പണ്ട് കാലത്ത് പുല്ലല്ല, ഇതെന്താണ് സാധനം വരുന്നത്, അതിൻ്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ട്, കമ്പിയിൽ നെറ്റ് ഇട്ടിട്ട് കല്ല് കെട്ടി തൂക്കിയൊക്കെ വീട്ടിൽ പറന്ന് പോകാതിരിക്കാനിട്ട്. അതിൻ്റെ പുല്ലാണ്, കച്ചി പോലത്തെ കൂടി സാധനങ്ങളാണ് കേട്ടോ. നല്ല അമ്പലമായിട്ട് എരിഞ്ഞ് പണ്ട് കാലത്തുണ്ട്. ഇത് ഞാൻ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള വീടുകളിൽ മീൻസ് ആ കാലത്ത് ഉപയോഗിച്ച വലിയ വീടുകൾ ഇപ്പോഴും പുല്ല് മേഞ്ഞ് ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആൾക്കാർ താമസിക്കുന്നില്ല, മ്യൂസിയം ആക്കി മാറ്റിയേക്കുവാണ്. എങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. പണ്ടത്തെ ജനലൊക്കെ മാറ്റിയിട്ട് പുതിയ ജനലുകളൊക്കെ പോയി. ഇത് ഇവിടെ ഒരു വിൻറ്റേജ് കാർ കിടക്കുന്നു. നല്ല രസമുള്ളൊരു കാറാണ്. ഏതാണെന്ന് എന്നോട് ജാഗ്വാറിൻ്റെ സാധനമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ടേ അങ്ങ് സൂം ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ വീണ്ടും കാളവണ്ടിയുടെയോ കുതിരവണ്ടിയുടെയോ ബോഡിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ പോത്തുകുട്ടന്മാർ മേഞ്ഞ് നിൽപ്പുണ്ട്. വെറൈറ്റി നാട് അവിടെ നിൽപ്പുണ്ട്. ഒരു ബോട്ട് അവിടെ, മീൻസ് ഇതൊരു ബീച്ചാണ്. സ്കോട്ട്ലാൻഡ് അങ്ങ് ടോപ്പിൽ, നോർത്തേൺ ടോപ്പിൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്കോട്ട്ലാൻഡ് അതിർത്തിയാണിത്. ഇങ്ങോട്ട് ഈ അതിർത്തി പിന്നെ ചെറിയൊരു ഐലൻഡുകൾ അവിടെ കാണാമല്ലോ, കണ്ടോ. അതുപോലെ അവിടെയൊക്കെ ഐലൻഡുകളുണ്ട്. കയറി കിടക്കുന്ന കടലാണ്. എനിവേ ദിസ് ഇസ് ഗൈസ് ഇന്നത്തെ ഒരു അന്ന് കാലത്ത് വെച്ചിട്ടേ വൈൻ്റെ ബാറിൽ സംഭവമൊക്കെ കൊള്ളാം. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പണ്ട്. അവിടെ കച്ചവടം പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ചെറിയ കോഫി ഷോപ്പോ ടോയ്ലറ്റ് പരിപാടികളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ്. അത് ടേക്ക് അവേ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഗൈസ്, ഇത് നമ്മുടെ ക്രൂ ടീംസ്. ഈ ചെമ്മരിയാട്ടിൻ കുട്ടികൾ തണുത്ത് വിറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് കേട്ടോ. പാവങ്ങൾ. ഇതുങ്ങൾക്കൊരു ആട്ടുംകൂട് പണിത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു.
ഞങ്ങൾ എന്നിട്ട് തിരിച്ച് ക്യാരവാനിലേക്ക് പോയിട്ടോ, ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ക്യാരവാനിലോട്ട്.